ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാം എടുക്കാറായി. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് അഡ്മിറ്റ് കാർഡ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, അഡ്മിറ്റ് കാർഡ് എപ്പോഴും എക്സാമിൻ്റെ ആ ഒരു 3-4 ദിവസം മുന്നെയാണ് പലപ്പോഴും വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനു വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത്. അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെക്കുക. കാരണം നിങ്ങളുടെ ആ ഒരു ലാസ്റ്റ് സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ റിവിഷന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഫോർമുലാസിലൂടെയും എല്ലാം പോകേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് ഇതെല്ലാം ഒരുക്കി വെക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സമയം മിസ്സാകും. അപ്പോൾ ഇതൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ ഇത്തവണ മെയ് 3-നാണ് എക്സാം. അപ്പോൾ കഴിഞ്ഞ വർഷം മെയ് 4-നായിരുന്നു. മെയ് 4-നായപ്പോൾ അഡ്മിറ്റ് കാർഡ് വന്നത് ഏപ്രിൽ 30-നായിരുന്നു. അപ്പോൾ ഇത്തവണ മെയ് 3-നാണ് എക്സാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്മിറ്റ് കാർഡ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെന്ന് പറഞ്ഞാൽ ഏപ്രിൽ 29 അല്ലെങ്കിൽ 28-29 ആ ഒരു സമയം നമുക്ക് പ്രതീക്ഷിക്കാം. പ്രോബബ്ലി മിക്കവാറും 29 ആയിരിക്കും. അപ്പോൾ അത് വന്ന ഉടനെ നിങ്ങൾക്ക് neet.nta.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് അത് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നേരെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് പ്രിൻ്റ് എടുക്കണം. അപ്പോൾ കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാമായിരുന്നു. അതുപോലെ തന്നെ അതിനകത്ത് വേണമെങ്കിൽ പ്രിഫറബിളി നല്ലത് കളർ പ്രിൻ്റ് എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആദ്യത്തെ 2 പേജ് അതിനകത്ത് കളർ പ്രിൻ്റ് എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതിനകത്ത് കളർ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സേഫ്റ്റിയാണ്. ഇനിയിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കഴിഞ്ഞ വർഷം പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ ഇനി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് അതിനകത്ത് കളർ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. കളർ പ്രിൻ്റ് പറഞ്ഞാൽ നിങ്ങൾ അത് തന്നെ എടുക്കേണ്ടി വരും. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്തെ അതിനകത്തൊരു ഫോട്ടോ വെച്ചിട്ടില്ലേ, നെയിം ഉണ്ടാകും, ഡേറ്റ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഫോട്ടോ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ വേണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിത്ത് നെയിം ആൻഡ് ഡേറ്റ്. പിന്നെ അതേ സംഭവം തന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ സമയത്ത് നിങ്ങൾ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതും നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, അപ്ഡേറ്റഡ് ആധാർ കാർഡ് കഴിഞ്ഞ വർഷം പ്രത്യേകം അവർ പറഞ്ഞിരുന്നു. വാലിഡ് ID പ്രൂഫ് വേണം, ഒപ്പം തന്നെ അവർ അപ്ഡേറ്റഡ് ആധാർ കാർഡ് കൂടി വേണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ അഡ്മിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ സിഗ്നേച്ചർ ഇടാൻ പോകരുത്. അത് ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിലാണ് സിഗ്നേച്ചർ ഇടേണ്ടത്. ഇവിടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം, ഒപ്പം തന്നെ തമ്പ് ഇംപ്രഷൻ, ലെഫ്റ്റ് തമ്പിൻ്റെ ഇംപ്രഷനൊക്കെ വെക്കാനുണ്ട്. അതൊക്കെ നമ്മൾ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയും. അപ്പോൾ നിങ്ങൾ അത് മാത്രമല്ല, നമ്മുടെ ചാനലിൽ ഒരുപാട് ട്രിക്കുകൾ, നമുക്ക് അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ റെഡി ആവണം, പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് അതിനകത്ത് പഠിച്ച് പോകണമല്ലോ എക്സാമിന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കുകൾ ഒരുപാട്, കാരണം നീറ്റ് പോലുള്ള എക്സാം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് എഴുതുന്നതുകൊണ്ട് തന്നെ ഒരു ഓട്ട മത്സരം പോലെയാണ്. ഒരുപാട് ക്വസ്റ്റൻ പെട്ടെന്ന് കവർ ചെയ്യാൻ സാധിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ട്രിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റൻ ഒരു 5 സെക്കൻഡ് കൊണ്ടൊക്കെ ട്രിക്ക് വെച്ച് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ആ സമയം ലാഭിച്ചിട്ട് വേറെ ഒരുപാട് ക്വസ്റ്റൻ ചെയ്യാൻ പറ്റും, റാങ്ക് ഒരുപാട് മുന്നോട്ട് പോകും. അപ്പം ട്രിക്കുകളുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവുക. ഒപ്പം നമ്മുടെ ചാനലിൽ നമ്മൾ ഇനി അങ്ങോട്ട് ട്രിക്കുകളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കാൻ മറക്കേണ്ട. അപ്പോൾ നിങ്ങൾ ഈ സിഗ്നേച്ചർ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിലാണ് ഇടേണ്ടത്, അത് ഹാളിൽ അവിടെ വെച്ചിട്ടാണ് ഇടേണ്ടത്. പിന്നെ ഡ്രസ് കോഡ് എന്നുള്ളൊരു സംഭവം അതിനകത്തെ, അത് നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള എന്താ പറയുക, പാൻസ്, അപ്പോൾ മെയിൽസ് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു പാൻറ്റും, ടീഷർട്ട് ആണെങ്കിൽ അതിനകത്ത് ഇപ്പം കോളറൊന്നും ഇല്ലാത്തതാണെങ്കിൽ ബെറ്റർ. അതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു റിസ്ക്കും ഇല്ല, വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ അതിനകത്ത് പിന്നെ നിങ്ങൾ ഫുൾ സ്ലീവ് ഇടരുത്, മനസ്സിലായില്ലേ? അപ്പം ഫുൾ സ്ലീവ് അതിനകത്ത് ഷർട്ട് ധരിക്കരുത് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇനിയിപ്പം ഫീമെയിൽസ് ആണെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുർത്ത അല്ലെങ്കിൽ ടോപ്പ്, അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള പാൻസ് കാര്യങ്ങൾ ഇതിനകത്ത് ധരിക്കുക എന്നുള്ളതാണ്. പിന്നെ മെറ്റാലിക് പാർട്ടുകളൊന്നും പാടില്ല. നിങ്ങളുടെ കാതിൽ, കഴുത്തിലോ കാതിൽ കമ്മൽ, അതുപോലെ കഴുത്തിൽ ചെയിന് കാര്യങ്ങളൊന്നും പാടില്ല, അതൊന്നും അലോ ചെയ്യില്ല. പിന്നെ പേപ്പറും പെന്നും ഒന്നും നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം റഫ് വർക്കിന് വേണ്ടിയിട്ടുള്ളത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ തന്നെ അവസാന പേജ് അതിനകത്ത് കാണും. പിന്നെ പെന്നാണെങ്കിൽ പേന അവിടുന്ന് തരികയും ചെയ്യും. പിന്നെ അതിനകത്ത് വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കളർ പ്രിൻ്റ് ഒന്നും ഇല്ലാത്തൊരു വാട്ടർ ബോട്ടിൽ എന്ത് ചെയ്യാം, വെള്ളം കുടിക്കാൻ കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആ എനർജിയോട് കൂടിയിട്ട് പരീക്ഷ എഴുതുക. വെള്ളം വാട്ടർ ബോട്ടിലൊക്കെ കയ്യിൽ കരുതണം, മനസ്സിലായില്ലേ? പിന്നെ ഡയബറ്റിക് ആണെങ്കിൽ അത് അവർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ഡയബറ്റിക് പേഷ്യൻസിൻ്റെ കേസിൽ അവർക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ അതിനകത്ത് നിങ്ങൾ ആദ്യം ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ അടുത്തുണ്ടാവുമല്ലോ. ഡയബറ്റിക് അതിനകത്ത് നിങ്ങൾ ഷുഗർ ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ അതിനകത്ത് അവർ അലോ ചെയ്യിക്കാറുണ്ട്. അത് അവരോട് പറഞ്ഞിട്ട് ആ ഒരു സംഭവം നിങ്ങൾ അതിനകത്ത് നോക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യം, ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ റെഡിയാക്കി വെക്കുക, ഈ ഒരു സംഭവം. പിന്നെ ലൈറ്റ് വെയ്റ്റ് ടീഷർട്ട് അതൊക്കെ നമ്മൾ പറഞ്ഞു, കുർത്ത വേണമെങ്കിൽ കുർത്ത, അല്ലെങ്കിൽ സാധാ ഷർട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഫീമെയിൽസിൻ്റെ കേസിലാണ് പറഞ്ഞത് ടോപ്പ് അല്ലെങ്കിൽ കുർത്ത ഒക്കെ. പിന്നെ മെയിൽസിനാണെങ്കിൽ ടീഷർട്ടൊക്കെ ഹാഫ് സ്ലീവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാധാ ചെരുപ്പ്, ഇപ്പം ഫ്രണ്ടൊന്നും കവർ ചെയ്ത് നിൽക്കുന്ന ഷൂ അല്ലെങ്കിൽ ആ ടൈപ്പ് നിങ്ങൾ എന്ത് ചെയ്യരുത്, കൊണ്ടുപോകരുത്. സാധാ ഒരു സാൻഡൽസ് അല്ലെങ്കിൽ സ്ലിപ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ധരിച്ചു പോവുക. അത് കടയിൽ പോയിട്ട് സ്ലിപ്പേഴ്സ് മാത്രം വാങ്ങിയാൽ മതി അതിനകത്ത്. പിന്നെ ഫ്രണ്ട് കവറിങ് ഉള്ള സംഭവങ്ങൾ അതൊന്നും ധരിക്കാതിരിക്കുക ചെരുപ്പാണെങ്കിലും. പിന്നെ ഹീലുള്ളത് അവർ ധരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ജ്വല്ലറീസ് കാര്യങ്ങളൊന്നും പാടില്ല. പിന്നെ പർദ്ദ അങ്ങനെ എന്തെങ്കിലും റിലീജിയസ് ആയിട്ട് എന്തെങ്കിലും ടർബന് അങ്ങനെയൊക്കെ ഉള്ളവർ ധരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് 12:30 തന്നെ റിപ്പോർട്ട് ചെയ്യണം. സാധാരണ റിപ്പോർട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1:30 പക്ഷേ നിങ്ങൾ 1:30 പോയി കഴിഞ്ഞാൽ പണിയാകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 12:30 തന്നെ അവിടെ ആ ഒരു കസ്റ്റമറി അത്തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കുന്നവരാണെങ്കിൽ അവിടെ അവരുടെ ഫ്രിസ്കിങ് കാര്യങ്ങൾ ചെക്കിങ് കാര്യങ്ങൾ നടത്താനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ട എക്സ്ട്രാ ടൈം വേണ്ടി വരും. അപ്പോൾ നേരത്തെ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം നിങ്ങൾ സാധാരണ ഡ്രസ്സാണ് ധരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1:30 മനസ്സിലായില്ല. അപ്പം നേരത്തെ പോയി അതിനകത്ത് അവർ പറയുന്ന റിപ്പോർട്ടിംഗ് ടൈം നിങ്ങളുടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് 1:30 വരെ അതിനകത്ത് എന്ത് ചെയ്യാനുണ്ട്, സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ 1:30 ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട, അതിൻ്റെ കുറച്ച് മുന്നേ എന്ത് ചെയ്യുക, കയറുക എന്നുള്ളതാണ്. പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ മെറ്റാലിക് ഹുക്കുകളൊന്നും അതിനകത്ത് പാടില്ല, മനസ്സിലായില്ല. അപ്പം ഇലാസ്റ്റിക് ഓക്കെയാണ്, പക്ഷേ ഹുക്ക് കാര്യങ്ങളുള്ളത് മെറ്റൽ, അതുപോലെ മെറ്റൽ ബട്ടണുകളുള്ള ജീന്, മൾട്ടി പോക്കറ്റ്സ് ഉള്ള ജീൻസ് അതൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ മെറ്റാലിക് വലിയ മെറ്റൽ കൊണ്ടുള്ള സിപ്പുകളൊക്കെ ഉള്ള പാൻറ്റുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നോ ജീൻസ് വിത്ത് മൾട്ടി പോക്കറ്റ്സ് ഓർ മെറ്റാലിക് ബട്ടൺ ഓർ സിപ്പ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് സിപ്പുകളൊക്കെ ഉള്ള സംഭവങ്ങൾ. പിന്നെ ലാസ്റ്റ് റിപ്പോർട്ടിംഗ് ടൈം 1:30. അപ്പോൾ സാധാ ഒരു എന്താ പറയുക ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് അല്ലെങ്കിൽ പാൻറ്റ് അത്രയും. അപ്പോൾ അതിനകത്ത് ആ രീതിയിൽ നിങ്ങൾക്ക് ലാസ്റ്റ് റിപ്പോർട്ടിംഗ് ടൈം 1:30. അപ്പോൾ 1:30 അങ്ങോട്ട് 1:30 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട, കുറച്ച് നേരത്തെ അതിനകത്ത് എന്ത് ചെയ്യുക, കുറച്ച് നേരത്തെ കയറുക എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ പോയി ഇരിക്കുകയും വേണ്ട. പക്ഷേ എക്സാം ഹാളിൽ നേരത്തെ എത്തുക കേട്ടോ, കാരണം എക്സാം സെൻറ്ററിൽ, ആളിലല്ല സെൻറ്ററിൽ, കാരണം എന്തെങ്കിലും ട്രാഫിക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെയാണ് ഇനിയിപ്പം ട്രിക്കുകളുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യും. ഇനിയിപ്പോൾ അഡ്മിറ്റ് കാർഡ് വരുമ്പോഴും എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ അനുബന്ധിച്ച് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ലെഗിൻസ് ഒന്നും ചിലപ്പോൾ അവർ എന്ത് ചെയ്യാറില്ല, സമ്മതിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സാധാരണ ഒരു സാധാ ടൈപ്പ് ധരിച്ചു കൊടുക്കുക, അധികം പ്രിൻ്റ് ഉള്ളത് എംബ്രോയിഡറി ഉള്ളതൊന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അതിനകത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവുക. നമുക്ക് ട്രിക്കുകളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കുക. അപ്പോൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് കാര്യങ്ങളൊന്നും മറക്കരുത്. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.